വിഷയത്തിൽ കേന്ദ്ര നേതാക്കളെ അണിനിരത്തി ബി.ജെ.പി. സമരപന്തലിലെത്തിയ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുൻപാകെ വിഷയം ഉന്നയിക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകി. വഖഫിന്റെ പേരിൽ നടക്കുന്നത് ഭൂമി ജിഹാദാണെന്നും ഇതിലൂടെ സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുകയാണെന്നും ശോഭാ കരന്ദലജെ ആരോപിച്ചു. अभी वक़फ़ का पास कितना जमीन है? How much land they got now? डिफेंस के बाद, रेलवेज के बाद, थर्ड बिगेस्ट लैंड ओनर ऑफ दिस कंट्री इज वक़फ़ बोर्ड. 38 लाख एकर्स अब वक़फ़ के पास जमीन है. 38 लाख एकर्स. लव जिहाद जैसे ही ये साजिश है लैंड जिहाद का. एक लैंड टेररिज्म देश में चल रही है. കൊല്ലം രൂപതാമെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും സമരപന്തലിലെത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു മുനമ്പത്ത് നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, സമരം മുനമ്പം ഭൂസമരം ഒരു മാസം പിന്നിടുമ്പോൾ ഇത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ബി.ജെ.പി. ഈ വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പല രീതിയിലുള്ള അജണ്ടകളുണ്ട്. നമുക്കറിയാം, കേരളത്തില് CPM കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ബി.ജെ.പി. ഈ സമരത്തിൽ ഇടപെടുന്നതിൽ അവർക്ക് പല രീതിയിലുള്ള അജണ്ടകൾ ഉണ്ടാകാം, വർഗീയവൽക്കരണം എന്ന ലക്ഷ്യമുണ്ടാകാം എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ സമരത്തിന് പിന്തുണയുമായി ദേശീയ നേതാക്കളെ കൂടി ബി.ജെ.പി. അണിനിരത്തുന്നത്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് ബി.ജെ.പി. നൽകുന്നത്? ടോം, ഇന്ന് ഈ പറഞ്ഞതുപോലെ ബി.ജെ.പിയുടെ ദേശീയ നേതാവ് തന്നെയാണ് മുനമ്പം ഭൂമിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബി.ജെ.പി. സമരഭൂമിയിലേക്ക് കടന്നു വന്നത് തന്നെ ഇടതു വലതു സർക്കാരുകൾ രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, തലശ്ശേരി അതിരൂപതാ പിതാവ് പറഞ്ഞത് വളരെ വ്യക്തമാണ് ആ കാര്യത്തിൽ. കാരണം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്, അതായത് ബി.ജെ.പി. സമരം ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് അത്തരത്തിൽ ഒരു ഇടപെടൽ ബി.ജെ.പിക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊടുത്തത് ആരാണ് എന്നൊരു സാഹചര്യം എന്നൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള ഒരു ഇടം കൊടുത്തത് ആരാണ് എന്നൊരു ചോദ്യമാണ് സമരക്കാർ ആകമാനം ഉന്നയിക്കുന്നത്. നേരത്തെ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ബി.ജെ.പി. സമരം ഹൈജാക്ക് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും ഇത്തരം ഉത്തരമാണ്. ആ ഹൈജാക്ക് ചെയ്യേണ്ട സാഹചര്യം ഏത് തന്നെ എന്നുള്ള മറുചോദ്യമാണ് ചോദിക്കുന്നത്. മറ്റൊരു സാഹചര്യത്തിൽ ടോം ഇപ്പോൾ പറഞ്ഞതുപോലെ ശോഭാ കരന്ദലജെ ഇവിടെ എത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ലവ് ജിഹാദ് പോലെ ലാൻഡ് ജിഹാദാണ് ഇവിടെ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ ഉപേക്ഷിച്ചു പോയ ഭൂമി ആദ്യം 1954 വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ വഖഫ് ബോർഡിന് അനുമതി നൽകിയപ്പോൾ ആ ഭൂമി മാത്രമായിരുന്നു വഖഫ് ബോർഡ് കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് അത് വഖഫിന്റേതെന്ന് വിശ്വസിച്ചാൽ പോലും വഖഫിന് കയ്യേറാമെന്നുള്ള തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് 38 ലക്ഷത്തോളം ഏക്കർ ഭൂമി വഖഫിന്റെ മാത്രം അധീനതയിൽ വരുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ JPCയുടെ മുൻപാകെ ഈ പ്രശ്നം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വഖഫ് നിയമ ഭേദഗതി വരുമ്പോൾ തന്നെ മുനമ്പത്തെ പ്രശ്നം തീരുമെന്നാണ് ശോഭാ കരന്ദലജെ മുനമ്പംകാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. മാത്രമല്ല, മുനമ്പംകാരുടെ കണ്ണീര് കണ്ടുകൊണ്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നും കേന്ദ്ര സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട്. അത് ആവർത്തിച്ച് അവര് മുനമ്പം ഭൂമിയിൽ വന്ന ശേഷം ഇത് ബാധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രശ്നം ഡിസ്പ്യൂട്ട് നടക്കുന്ന ഭൂമിയിൽ ചെന്ന്, വീടുകളിൽ ചെന്ന് അവിടുത്തെ അമ്മമാരെയും ഒക്കെ കണ്ട ശേഷം അവരോടൊപ്പം പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട്, കേന്ദ്രം കൂടെയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഉറപ്പുകളാണ് അവർ നൽകിയിരുന്നത്. എന്നിരുന്നാൽ പോലും ടോം സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ ചൂണ്ടപ്പെട്ട വിരലിന് മുൻപിൽ നിർത്തുമ്പോൾ പോലും, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോൾ പോലും
അതിനകത്ത് കേന്ദ്രം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ പറയുന്നത് പോലെ നിയമങ്ങളെല്ലാം, അതായത് വഖഫ് നിയമത്തിൽ നിയമം അനുശാസിക്കുന്ന തരത്തിലായാലും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം 2013 നിയമ ഭേദഗതി മുൻകാല പ്രാബല്യത്തോടുകൂടി നിലനിൽക്കില്ല എന്ന ഒരു കാര്യം കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയപ്പോഴും മുനമ്പത്തെ ഭൂമി തർക്കം ശരിക്കും നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം വ്യക്തത വന്നു കഴിഞ്ഞതാണ്. മാത്രമല്ല നമ്മൾ പുറത്തുവിട്ട രേഖകളും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്നിട്ട് പോലും അതോറിറ്റി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അധികാരമുള്ളവർ എന്നുള്ള നിലയിൽ ഈ ഇടപെടലുകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് അപലപനീയമാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നതും ഉയർന്ന വിമർശനവും അത് തന്നെയാണ്. പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രം ഒരു കേന്ദ്ര നേതാവ് ഇവിടെ എത്തുമ്പോൾ പിന്തുണ മാത്രമല്ല ഇവർക്ക് ആവശ്യമെന്നുള്ള കാര്യം. കാരണം ഈ സമരം ഏതാണ്ട് 20 ദിവസത്തോളം കഴിഞ്ഞപ്പോഴേക്കും വിവിധ സഭാ നേതാക്കൾ, വിവിധ ഹൈന്ദവ സംഘടനകൾ, വിവിധ ക്രൈസ്തവ സംഘടനകൾ, അതുപോലെ തന്നെ ഇന്നിവിടെ സമരം 33ാം ദിവസത്തിലെത്തുമ്പോൾ CMP നേതാവ് CP ജോൺ എത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കൊല്ലം രൂപത ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ സമരവേദിയിലെത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗാന്ധി പീസ് അസോസിയേഷന്റെ സംഘാടകനാണ് ഇപ്പോൾ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലൂർദ് മാത പള്ളിയിലെ വികാരിയച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി നിരാഹാരത്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും നിരവധി സംഘടനകളും ആളുകളും ഒക്കെ സമരത്തിന് പിന്തുണയുമായി നിരാഹാരം കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ഈ പിന്തുണ തീർച്ചയായും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ മുനമ്പം സമരത്തിന് ലഭിക്കുന്നുണ്ട്. അതിനൊരു ദേശീയമാനം കൂടി കൈവരുത്താൻ BJPയുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുന്നു. ഒരുപക്ഷെ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ BJPയെ സംബന്ധിച്ച് ഇത് JPCയുടെ പരിഗണനയിലുണ്ട്. സ്വാഭാവികമായും ഈ വഖഫ് നിയമ ഭേദഗതിക്ക് ഇതൊരു വിഷയമായി ഉയർത്തി കാണിച്ചു കൊണ്ടുവരാനും BJP ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെ ഈ സമരരംഗത്തിറക്കി ഇതൊരു ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഈ വഖഫ് നിയമ ഭേദഗതി അനിവാര്യമാണ് എന്ന രീതിയിലേക്ക് ദേശീയ തലത്തിൽ കൂടി ഇത് ചർച്ചയാക്കുകയല്ലേ BJP ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായും വഖഫ് നിയമ ഭേദഗതി ആവശ്യമാണ് എന്നുള്ള ആവശ്യകത തന്നെ വളരെ മുൻപ് തന്നെ മുനമ്പംകാർ ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇതിലെ 40 അനുച്ഛേദമാണ് തിരുത്തി എഴുതപ്പെടേണ്ടത്. അതിലാണ് ഭേദഗതി വേണ്ടതെന്നുള്ള ആവശ്യകതയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ദേശീയ ശ്രദ്ധ, അതായത് ഈ വഖഫ് ദേശീയ തലത്തിൽ തന്നെ വഖഫിന്റെ കയ്യിലുള്ളത് 38 ലക്ഷം ഭൂമിയാണ് ശോഭാ കരന്തലജെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യ കണക്കിൽ 10,000-ഓളം ഏക്കർ വരുന്ന സമയത്ത് പിന്നീട് എങ്ങനെയാണ് അത് 38 ലക്ഷത്തിലേക്ക് മാറിയത്? വിവിധ ഹൈന്ദവ ക്രൈസ്തവ പള്ളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഭൂമികളൊക്കെ വഖഫിന്റെ അധീനതയിലിരിക്കുന്നു. അല്ലെങ്കിൽ വഖഫ് ബോർഡ് ഇതിന് ഡിസ്പ്യൂട്ട് ഉന്നയിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ട്രസ്റ്റിന് ഇത്ര അധികാരം നൽകുന്നത്? അല്ലെങ്കിൽ ഒരു ഭൂമിയുടെ തർക്കം വന്നാൽ അത്തരം ഇടപെടലുകൾക്ക് നമുക്ക് ലാൻഡ് റവന്യൂ കമ്മീഷനെ അതുമായി ബന്ധപ്പെട്ട് സമീപിക്കാം, അതുപോലെ കോടതികളെ സമീപിക്കാം. ഈ ഒരു സാഹചര്യമൊന്നുമില്ലാതെ വഖഫിന്റെ ഭൂമിയുടെ മേലുള്ള തർക്കം പരിഹരിക്കാൻ വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നത് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം JPCയുടെ മുന്നിൽ ഉന്നയിക്കുക മാത്രമല്ല ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക തന്നെ ചെയ്യും. വഖഫ് ഭേദഗതി ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന മുനമ്പമായാലും വയനാടായാലും ചാവക്കാടായാലും അതല്ലെങ്കിൽ കർണാടകത്തിലെ നിരവധി കൃഷിഭൂമികളുടെ മേൽ വഖഫ് ഉന്നയിച്ചിരിക്കുന്ന ഈ പറയുന്ന അവകാശവാദമായാലും ഒക്കെ അലിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാതായി പോകുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ടോം, ഒരു കാര്യം കൂടി, ഇന്ന് കൊല്ലം രൂപതാ മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി സമരപന്തലിലെത്തിയിരുന്നു. ഇന്നലെ മാർ ജോസഫ് പാംബ്ലാനി തലശ്ശേരി രൂപത അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയുമായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി എത്തുന്നു. അതായത് സഭ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, കൂടുതൽ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുനമ്പത്ത് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും സഭയുടെ ഒരു ആശങ്കയും പരിഭവവും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നത്
എന്തുകൊണ്ടാണ് സർക്കാർ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച മാറ്റിവെക്കുന്നതിലൊക്കെ സഭയ്ക്ക് വലിയ നീരസമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മുഖ്യമന്ത്രി നേരത്തെ കൊടുത്ത ഉറപ്പിൽ ഈ സമരക്കാർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ടോ? ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണോ അവർ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം ജോസഫ് പാംപ്ലാനി പിതാവ് നമ്മളോട് സംസാരിച്ചത്, നമ്മുടെ മാധ്യമങ്ങളെ അദ്ദേഹം പ്രത്യേകം കേട്ടിരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെയാണ്, അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിനായാലും പ്രതിപക്ഷത്തിനായാലും നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ വീണ്ടും ചോദിച്ചു, വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടാണോ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് തോന്നലുണ്ടോ എന്ന് പറയുമ്പോൾ ഇത്രയധികം, അതായത് ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ 33 ദിവസം ഇന്നലെ 32 ദിവസം ായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. 32 ദിവസത്തോളം ഒരു കൂട്ടം ആളുകൾ സമരപ്പന്തലിലേക്ക് അവരുടെ ഭൂമിയുടെ മേലുള്ള അവകാശവാദത്തെ തുടർന്നുള്ള ആശങ്കയെ കൊണ്ടും ഇത്രയും ആളുകൾ ഇവിടെ നിരാഹാരം കിടക്കുമ്പോൾ ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാനാകുമോ എന്ന് തന്നെയായിരുന്നു ജോസഫ് പാംപ്ലാനി പിതാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോ മുഖ്യമന്ത്രിയിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വഖഫ് മന്ത്രിയോട് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ പരസ്യമായി ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ ഇരുപക്ഷങ്ങളും ഈ വേദിയിലേക്ക് എത്തിയില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ വരെയുള്ള സ്ഥിതി. അതേസമയം വൈകുന്നേരം CPI നേതാക്കൾ KP രാജേന്ദ്രൻ, മുൻ റവന്യൂ മന്ത്രി KP രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, TJ ആഞ്ചലോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലേക്ക് എത്തുകയും സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ആദ്യമായാണ് സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷിയുടെ ആളുകൾ അല്ലെങ്കിൽ ഘടകകക്ഷി ഇവിടെ എത്തി ഇവരെ LDF-ൽ നിന്നും ഒരു കൂട്ടം ആളുകൾ എത്തി ഇവരെ അഭിസംബോധന ചെയ്യുന്നതും സമരക്കാർക്ക് സമരപന്തലിലെത്തി പരസ്യ പിന്തുണ നൽകുന്നതും ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഇന്നലെ ആദ്യമാണ്. അതായത് ഈ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തലശ്ശേരി പിതാവ് അതിരൂപത അധ്യക്ഷൻ സംസാരിക്കുന്നതിന് ശേഷമായിരുന്നു CPIയുടെ ആളുകൾ എത്തിയതും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇവരാരും പരസ്യ പിന്തുണ നൽകാനോ അതല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാം, ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ P രാജീവ് പറയുന്നു, അല്ലെങ്കിൽ MP രാജേഷ് പറയുന്നു പിന്തുണയുണ്ട്, സമരക്കാർക്ക് പിന്തുണയുണ്ട്, ആരും കുടിയൊഴിപ്പിക്കാൻ ഇവിടെ എത്തില്ല. പക്ഷേ അതിന്റെ മേലുള്ള അവരാവശ്യപ്പെടുന്നത് തന്നെ സമരക്കാരുടെ ഭൂമിയുടെ മേലുള്ള റവന്യൂ അവകാശങ്ങൾ തിരിച്ചു നൽകുക എന്ന് തന്നെയാണ്. ഇവർക്ക് ഇപ്പോഴും പല ആളുകൾക്കും ലോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, അല്ലെങ്കിൽ പല ആളുകൾക്കും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിവെക്കുന്ന ആശങ്ക ചെറുതൊന്നുമല്ല എന്ന് വേണം പറയാൻ. 22-ാം തീയതി ഉന്നതതല യോഗം വിളിക്കുന്നു. ഈ ഉന്നതതല യോഗത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ജോസഫ് പാംപ്ലാനി പിതാവ് പറഞ്ഞതുപോലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും എന്ന് പറയുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് തന്നെയാണ് മിക്ക സഭകളുടെ നിലപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചേ മതിയാ. പക്ഷെ പ്രശ്ന പരിഹാരത്തിനുള്ള എല്ലാ വഴികളും മുന്നിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നത് അല്ല നിശബ്ദത പാലിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് കേട്ടോ. അത് തന്നെയാണ് പ്രധാനമായും ആക്ഷേപം വരുന്നത്. സർക്കാരും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടാത്തത്, ഈ ചർച്ച യോഗം ഉന്നതതല യോഗം നീട്ടിക്കൊണ്ടുപോയതിൽ ഉൾപ്പെടെ സമരക്കാർക്ക് വലിയ അമർഷമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്നു. വിവിധ ഘടകകക്ഷികളുടെ UDF-ന്റെയും LDF-ന്റെയും ഘടകകക്ഷി നേതാക്കൾ ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഇന്നലെ CPI നേതാക്കൾ എത്തിയിരുന്ന CMP നേതാവ് CP ജോൺ എത്തുന്നു. സ്വാഭാവികമായും ഈ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഇരു മുന്നണികൾക്കും ഉണ്ട്, വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. തേക്കടി